പര്യായ പദമാണ് പരിശുദ്ധ മറിയം. അഹങ്കാരത്തിൻ്റെ ബാബേൽ ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്ന നാൾ വഴികളിൽ നമുക്ക് അമ്മയെ ശരണം ഗമിക്കാം. അമ്മേ, എളിമയെന്ന പരമപുണ്യം നൽകി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മരിയഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 8ാം ദിവസമായ ഇന്ന് പരിശുദ്ധ കന്യകയിൽ പ്രശോഭിച്ചിരുന്ന സുഹൃതങ്ങളെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ സുഹൃതങ്ങളായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വളരെ ബാല്യകാലം മുതലേ തന്നെ മറിയം വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് അഭ്യസിച്ചിരുന്നത്. പരിശുദ്ധ മറിയത്തെ പോലെ ഈ സുഹൃതങ്ങൾ ഓരോന്നും നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസന ചാനലിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു ജനറൽ ആയിട്ടുള്ള പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേരും ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു മൊമെൻറ്റിലും അവർ പ്രതികാരം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഈശോയ്ക്ക് പ്രതികാരം ചെയ്യാൻ വിചാരിക്കായിരുന്നു. ആരെയാണ്? യൂദാസിനെ. ഒറ്റിക്കൊടുത്ത യൂദാസിനെ പ്രതികാരം ചെയ്യായിരുന്നു, പടയാളികളോട് പ്രതികാരം ചെയ്യായിരുന്നു, പീലാത്തോസിനോട് പ്രതികാരം ചെയ്യായിരുന്നു, കൊല്ലാൻ കൊണ്ടുപോകുന്ന സകല മനുഷ്യരോടും പ്രതികാരം ചെയ്യാൻ ഈശോയ്ക്ക് സാധിക്കുമായിരുന്നു. ഈശോ ഉത്തിതനായി കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ആരെ കാണാനാ പോവാ? മനുഷ്യരെന്ന നിലയിൽ നമ്മളെ ഒരാൾ വേദനിപ്പിച്ച് കഴിഞ്ഞ് നമ്മളെ കൊന്നു കഴിഞ്ഞാൽ കൊന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ 2 വാക്കെങ്കിലും പറയാൻ പോവും. നമ്മൾ പോയിട്ട് ചോദിക്കും, എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ചെയ്തേ? നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ? അത്രയെങ്കിലും വി വിൽ സേ, നമ്മൾ അത്രയെങ്കിലും പറയും. പക്ഷെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ജീവിതം പരിശോധിച്ചാൽ അവരൊരാളെപ്പോലും പോയി പ്രതികാരം ചെയ്യുന്ന രീതിയിൽ കാണുന്നത് നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് പോയിട്ട് പീലാത്തോസിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, എൻ്റെ മോനെ എന്തിനാ നീ ഇങ്ങനെ പീഡിപ്പിക്കണേ? പടയാളിയുടെ അടുത്ത് കൈ പിടിച്ചിട്ട്, എടാ എൻ്റെ മോൻ്റെ കൈയിൻ്റെ ഉള്ളിൽ ആണി തറക്കുന്നത് എന്തിനാ? അത്രയെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ചോദിക്കായിരുന്നില്ലേ? പക്ഷെ സ്നേഹമുള്ളവരെ, തിരുവചനം പറയുന്നത്, മരിയോളജി പറയുന്നത്, പരിശുദ്ധ അമ്മ ആരോടും പ്രതികാരം ചെയ്യാൻ പോയില്ല. അവളുടെ മകൻ, അവളുടെ ഉദരഫലമായ ക്രിസ്തു ആരെയും പ്രതികാരം ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ പറയണത്, എൻ്റെ കുഞ്ഞെ, നീ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഈ ദിവസങ്ങളിൽ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ പരിശോധിച്ചോ? 10 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 സിനിമയുടെയും ഇതിവൃത്തം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രതികാരം ചെയ്യുന്ന സിനിമകളാണ്. ആരൊക്കെയോ പറഞ്ഞതുപോലെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രതികാരം ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന രീതിയിൽ വയലൻസ് ആണ് ഇന്ന് പ്രമുൽഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ചെറിയ കുട്ടികൾ, ജനിച്ചു വീഴുന്ന കുട്ടികൾ മുഴുവൻ കളിക്കുന്ന കളിയിൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വീഡിയോ ഗെയിം, ഈ വീഡിയോ ഗെയിമിൽ പോലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്ന, കൊന്നുകളയുന്നതിൻ്റെ കാര്യങ്ങൾ. അതിന് 10 പോയിന്റ്, 50 പോയിന്റ്, 100 പോയിന്റ് എന്ന് പറയുന്ന കഥകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പം ഈ ഒരു മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നത് അമ്മയുടെ മക്കളായി മാറുകയാണ്. മെയ് 31-ാം തീയതി പരിശുദ്ധ അമ്മ വഴി നമ്മളിങ്ങനെ സ്വർഗം ഇങ്ങനെ ഏറ്റെടുക്കുന്ന ദിവസമാണ്. അത്ഭുതങ്ങൾ കൊണ്ട് നമ്മൾക്ക് മാല ചാർത്തുന്ന ദിവസമാണ്. ഈ അത്ഭുതം നിനക്ക് വേണോ? നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ കാര്യം, നിനക്ക് ആരോടും പ്രതികാരം വേണ്ട. ഇനി പ്രതികാരം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്താ സംഭവിക്കണേ? അത് എൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞു, മോനെ വേഗം ബൈബിൾ എടുക്ക്,
വചനം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞ് സ്നേഹമുള്ളവരെ, വചനം എടുക്കുമ്പോൾ പിന്നീട് മക്കബായരുടെ പുസ്തകം 1 മക്കബായർ 6:10 ഒരു മനുഷ്യനെ കാണുക. അന്തിയോക്കസ് എന്നാണ് അയാളുടെ പേര്. അന്തിയോക്കസിന്റെ പ്രത്യേകത എന്താ? ഒരു രാജാവിനെ പോലെ ജീവിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നത്, ഈ മനുഷ്യൻ കണ്ണി കണ്ടവരെ മുഴുവൻ ഇങ്ങനെ പ്രതികാരം ചെയ്യും. ഒരു കുഞ്ഞു കാര്യത്തിന് പോലും അയാൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ആ നാട്ടുകാരെയും അയാളുടെ രാജ്യത്തിലുള്ളവരെയും ഒക്കെ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ തുടങ്ങി. തിരുവനന്തപുരം എന്താ എഴുതി വെച്ചേക്കണമെന്ന് അറിയോ? പരിശുദ്ധ അമ്മ അച്ഛനെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ സ്റ്റാർട്സ് നീ ഒന്ന് വായിച്ചത്. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കണം? 4 കാര്യങ്ങൾ. 1, ഉറക്കം നഷ്ടപ്പെടും. അതിങ്ങനെ ബൈബിൾ എഴുതി വെച്ചേക്കാണ്. അത് വെറുതെ ഇങ്ങനെ അച്ഛനിങ്ങനെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമില്ല, വചനത്തിൽ എഴുതി വെക്കുകയാണ്. അന്ന് വായിച്ചോ, മക്കബായരുടെ പുസ്തകത്തിൽ 6:10 എഴുതി വെച്ചേക്കുക. അന്തിയോക്കസ് ഇങ്ങനെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയ അന്ന് അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഉറക്കമൊക്കെ വിട്ടുപോയിരിക്കുന്നവര് സ്ലീപ്പിംഗ് പിൽസ് 3-4 കഴിക്കുന്നവരൊക്കെ ആലോചിച്ചോ. നിങ്ങൾ നിന്റെ ഭാര്യയുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ടോ? മക്കളുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ടോ? സഭയിലുള്ള ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടോ? പിന്നെ ഉറക്കം എന്ന് പറയുന്ന സംഭവം നിനക്ക് ഉണ്ടാവില്ല. നീ AC-യിലൊക്കെ കിടക്കുന്നുണ്ടാവും, നല്ല കിടക്കുണ്ടാവും, കോടിക്കണക്കിന് രൂപയുടെ വീടുണ്ടാവും, പക്ഷെ ഉറക്കമില്ലാത്ത അവസ്ഥ. അതിനെ എഴുതിച്ചാണ് നിനക്ക് ഉറക്കം കിട്ടില്ല. 2, ആകുലത നിറയും. ആകുലത, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആകുലത എപ്പോഴും ഉണ്ടാവണേ? ആ മനുഷ്യൻ ഒരാളുടെ പ്രതികാരം ചെയ്യും. വെറുതെ ബേസിക് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ ഈ ടോക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച് അവനെതിരെ പ്രതികാരം ചെയ്തു വിചാരിക്കുക, പിന്നെ എനിക്ക് ശാന്തമായിട്ട് പോയിരിക്കാൻ പറ്റുമോ? എനിക്ക് ആകുലതയാണ്. എന്താണ് ഇവനിനി ഇവൻ്റെ ടീമുകാരൊക്കെ വിളിച്ചിട്ട് എന്നെ തല്ലാൻ വരിക എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരില്ലേ? ഇറ്റ് ഇസ് വെരി ക്വൈറ്റ് നേച്ചുറൽ തിങ്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ വചനം പറയാണ് ഇത് മാത്രമല്ല, നിന്നെ ഇങ്ങനെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്റെ ലൈഫിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, ഭയങ്കരമായ രീതിയിലുള്ള അസ്വസ്ഥതകളുടെ പൂരപ്പറമ്പായി നിന്റെ ജീവിതം തീരും. അതിന് കാരണം പറയുന്നത് നീ ആരോടൊക്കെയോ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ്. 3-ാമത്തെ കാര്യം ഇങ്ങനെയാണ്, ഹൃദയം തകരുന്ന അനുഭവം. ചിലതിങ്ങനെ പറയില്ലേ, ഹൃദയം ഭയങ്കര ഭാരമാണ് അച്ഛാ, ഹൃദയത്തിൽ ഭയങ്കര മുറിവാന്നൊക്കെ പറയില്ലേ. ആ മുറിവുണ്ടായത് എങ്ങനെയാ? നീ ആർക്കൊക്കെയോ മുറിവ് കൊടുത്ത രാത്രിയുടെ യാമങ്ങളിലാണ്. പരിശുദ്ധമ പറയും 4-ാമത്തെ കാര്യം, നിന്റെ പ്രതാപം നഷ്ടപ്പെടും. നീ ഒരാളോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ, പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ പ്രതാപം നഷ്ടപ്പെടും നിന്റെ ജീവിതത്തിൽ. നിനക്കൊക്കെ ദൈവം തരുന്ന ഒരു പ്രതാപമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളും ഒക്കെ ആയിട്ട് മാറാണ്, ദൈവത്തിൻ്റെ പൈതലായിട്ട് തീരുക. പക്ഷേ നീ പ്രതികാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ പ്രതാപം നഷ്ടപ്പെടും. അപ്പം നമുക്കിന്ന് പരിശുദ്ധ അമ്മയോട് ചോദിക്കാം, ഏതെങ്കിലും രീതിയിൽ ഞാൻ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നുണ്ടോ, പ്രതികാരം ചെയ്യുന്നുണ്ടോ? നമ്മൾ അടുത്ത സെഷനിൽ ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്താ കിട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും, എന്ന് പ്രത്യേകിച്ച് അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മയുടെ മകൻ്റെ തിരുരക്തം കൊണ്ട് ആ വ്യക്തിനെ കഴുകാൻ പ്രാർത്ഥിക്കുക. തുടർന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ലുത്തിനിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് പറയാം, അമ്മേ എനിക്ക് ഈ വ്യക്തിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്, പക്ഷേ പ്രതികാരം ചെയ്യാനുള്ള എൻ്റെ മനസ്സുണ്ട്, ഞാൻ പ്രതികാരം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇതൊരു വലിയൊരു കുമ്പസാരത്തിൻ്റെ അനുഭവമാക്കി നീ മാറ്റുക. പരിശുദ്ധ മറിയം വഴി ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ കർത്താവെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഉറക്കം നഷ്ടപ്പെട്ടവർ, അസ്വസ്ഥതയുള്ളവർ, ഹൃദയ മുറിവേറ്റവർ, ജീവിത ഭാരത്താൽ ക്ലേശിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി യേശു അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. യുക്തവാദിയും യഹൂദനുമായ മാരിറ്റൈൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ചാണ് നാം ഇന്നേ ദിനം സംഭവമായി കേൾക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ എങ്ങനെയാണ് ആ കുടുംബത്തിൽ അവിശ്വാസം മാറി വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആഹ്വാനം ലഭിച്ചത് എന്ന് ഈ സംഭവത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംഭവം: വിശ്വവിശ്രുത താത്വികനായിരുന്ന ഷാക്ക് മാരിറ്റൈൻ്റെ മാനസാന്തരം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിൻ്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത്. മാരിറ്റൈൻ 1852 ഹ്യൂഗ്നോട്ട് എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു. അദ്ദേഹം കത്തോലിക്ക മതം സ്വീകരിച്ചത് മൂലം സ്വദേശത്ത് പഠിപ്പിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 81-ാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെൻറ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു. മാരിറ്റൈൻ 24-ാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ചു. അദ്ദേഹത്തോടൊപ്പം റഷ്യക്കാരിയായ ഭാര്യ റീസ ഹാമിൽകോഫും
ഒരു താത്വികയും ഗ്രന്ഥകർത്രിയുമാണവർ. മാരിറ്റൈൻ ദമ്പതികൾ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു. യഹൂദ താത്വികനായ ബെർഗ്സോന്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത്. ബെർഗ്സോൺ യഹൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു. 1904 നവംബർ 26 അവർ വിവാഹിതരായി. അധികം താമസിയാതെ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ട തീക്ഷ്ണതയുറ്റ ബ്ലോയി ദമ്പതികളുമായി പരിചയപ്പെട്ടു. ലയോൺ ബ്ലോയി ലാസലേറ്റ് മാതാവിൻ്റെ വലിയ ഒരു പ്രേഷിതനായിരുന്നു. അദ്ദേഹം കരയുന്ന നാഥ എന്നൊരു ഗ്രന്ഥം ലാസലേറ്റ് ദർശനങ്ങളെക്കുറിച്ച് രചിച്ചിട്ടുണ്ട്. ബ്ലോയിയും ഭാര്യയും മാരിറ്റൈൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വവിശ്വാസം പരിത്യജിച്ച് കത്തോലിക്ക സഭയെ സമാശ്ലേഷിക്കുവാൻ വൈമുഖ്യം പ്രദർശിപ്പിച്ചു. വിവാഹാനന്തരം 2 വർഷം കഴിഞ്ഞപ്പോൾ റീസാക്ക് അപകടകരമായ ഒരു രോഗം ബാധിച്ചു. മാരിറ്റൈൻ അസ്വസ്ഥചിത്തനായി. ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാരിറ്റൈന് ലഭിച്ചു. അതിൻ്റെ സംഗ്രഹം ഇതാണ്: എൻ്റെ ഏറ്റവും സ്നേഹ റീസ, ഞങ്ങൾ നിന്നെ സ്നേഹപൂർവം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട്. ഇന്ന് അതിരാവിലെ ദിവ്യബലി സമയത്ത് പ്രിയ റീസ, നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ക്ലേശഭൂയിഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യത പൂർണ്ണമായി ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടും പരിശുദ്ധ കന്യകാമറിയത്തോടും യാചിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് എന്ന് വിശ്വസിക്കുവാൻ മാത്രം ഞാൻ അശ്രുധാര വർഷിച്ചു. നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. കുറേ ദിവസങ്ങൾക്ക് ശേഷം മിസ്സിസ് ബ്ലോയ് രോഗാതുരയായ റീസായെ സന്ദർശിച്ചു. അവൾ റീസായോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കന്യകയുടെ രൂപം തരുന്നു, പ്രാർത്ഥിക്കുക എന്ന്. രോഗിണി തൻ്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ ചിത്തയായി. എങ്കിലും ഒന്നും പറഞ്ഞില്ല. മൗനം സമ്മതലക്ഷണമായി പരിഗണിച്ച് ജിൻ ബ്ലോയ് മാതാവിൻ്റെ രൂപം റീസയുടെ കഴുത്തിൽ അണിയിച്ചു. റീസാക്ക് ഒരു സന്തോഷ പ്രകർഷം അനുഭവവേദ്യമാവുകയും അവർ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു. ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി. ഇതിനകം ഒരു അജ്ഞേയവാദിയായി തീർന്നിരുന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്ക സഭയെ സമാശ്ലേഷിക്കുകയും ചെയ്തു. ലൗകായുധികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കന്യക തൻ്റെ തിരുക്കുമാരൻ്റെ അനവധി സുന്ദരങ്ങളായ പ്രബോധനങ്ങളെ തത്വശാസ്ത്രദ്വാര പ്രചരിപ്പിക്കുന്നതിനായി പ്രത്യേകവിധം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായത്രേ ഷാക്ക് മാരിറ്റൈൻ. പ്രാർത്ഥന. ദേവജനനിയായ പരിശുദ്ധ കന്യകാമറിയമേ, അവിടുന്ന് സകല ഗുണസമ്പൂർണയായിരുന്നല്ലോ. ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. ആകിയാൽ ദിവ്യജനനി, ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീക്ഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതുമാണ്. ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ.
കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ.
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃത്തുജപം. ദാവീദിന്റെ കോട്ടയായ മറിയമേ, ന്യായശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ